മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സീറ്റ് അതാർക്കാണ് എന്നതല്ലേ ചോദ്യം. ഉത്തരം കിട്ടി. സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ. ഹാരിസ് ബീരാൻ ലീഗ് സ്ഥാനാർത്ഥിയാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. മത്സരത്തിന് തയ്യാറാക്കാൻ ഹാരിസ് ബീരാന് നിർദ്ദേശം നൽകി. സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഹാരിസ് ബീരാന്റെ പേര് നിർദ്ദേശിച്ചത്. എന്നാൽ ഹാരിസ് ബീരാനെ മത്സരിപ്പിക്കുന്നതിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുമുണ്ട്. അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി, ഹാരിസ് ബീരാൻ ഒരു നിയമജ്ഞൻ എന്ന നിലയ്ക്കുമപ്പുറം ഒട്ടേറെ സ്വാധീനങ്ങളുള്ളയാളാണ്, ഒട്ടേറെ ബന്ധങ്ങളുള്ളയാളാണ് സംസ്ഥാനത്തും പുറത്തുമൊക്കെ. അതിൽ ഇപ്പോൾ രാജ്യസഭാ സീറ്റിലേക്കൊരു പരിണിതപ്രജ്ഞനായ മുതിർന്ന നേതാവിനെ അയക്കണമെന്നാണ് കെ എം ഷാജി പറഞ്ഞത്. പക്ഷേ ആ രീതിയിലല്ല തീരുമാനം എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ പാർട്ടിക്ക് പുറത്തു നിന്നുള്ളവരുടെ സ്വാധീനവും ഒരുപക്ഷെ ഹാരിസ് ബീരാനെ പിന്തുണയ്ക്കുന്നതിലുണ്ടാവാം രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? എങ്ങനെയാണ് ഹാരിസ് ബീരാന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയത്? നമുക്ക് തെളിവുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പറയാം. ഒപ്പം ഇതിൽ ആർക്കെങ്കിലും പ്രതിഷേധമുണ്ടോ അഷ്കർ? അരുൺ സൂചിപ്പിച്ച അല്ലെങ്കിൽ ആ നിരീക്ഷണം തന്നെയാണ് ഇതിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ പാർട്ടിയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിയുടെ പുറത്തു നിന്നുള്ള ഒരു ശക്തമായ ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ ഹാരിസ് ബീരാന്റെ പേരിലേക്ക്, ആ ഒറ്റ പേരിലേക്ക് പാർട്ടി നേതൃത്വം എത്താൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആ നിരീക്ഷണം കൃത്യമായി ശരി തന്നെയാണ്. ഹാരിസ് ബീരാൻ നേരത്തെ മുതൽ തന്നെ മുസ്ലിം ലീഗിന് വേണ്ടി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം ലീഗിന്റെ നേതാവാണ്. മാത്രമല്ല മുസ്ലിം ലീഗിന്റെ നിയമ പോരാട്ടങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് NRCCA വിഷയമടക്കമുള്ള ഓരോ വിഷയങ്ങളിലും മുസ്ലിം ലീഗിന്റെ സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടത്തിന്റെ പ്രധാന പിന്നണി പോരാളി എന്ന് പറയുന്നത് സുപ്രീം കോടതി അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ്. നേരത്തെ യൂത്ത് ലീഗ് അടക്കമുള്ള പല PMA സലാം അടക്കമുള്ള പല ആളുകളുടെ പേരുകൾ ഉയർന്നു വന്നപ്പോഴും അതിനോടൊപ്പം ഉണ്ടായിരുന്ന പരിഗണിച്ച പേരുകളിൽ ഒരാൾ മാത്രമായിരുന്നു ഹാരിസ് ബീരാൻ. പക്ഷേ ഹാരിസ് ബീരാനിലേക്ക് രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം പോകുമെന്ന് ലീഗിന്റെ നേതൃത്വം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി പാർട്ടിക്ക് അകത്തു നിന്ന് മാത്രമല്ല പാർട്ടിക്ക് പുറത്തു നിന്നുണ്ടായ ഇടപെടൽ കൂടിയാണ് ഇപ്പോൾ ഒരുപക്ഷെ രാജ്യസഭാ സ്ഥാനാർത്ഥി എന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനിലേക്ക് ഇപ്പോൾ പേര് എത്താൻ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇതിനിടെ പാർട്ടിക്കിടയിൽ തന്നെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. നേരത്തെ PMA സലാം ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ പരിഗണിച്ചെങ്കിൽ പോലും PMA സലാമിനെയും അതുപോലെ തന്നെ ഏറെക്കാലമായി യൂത്ത് ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം, ഒരു യുവാക്കളെ അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ ഒരു പ്രതിനിധിയെ ഇത്തരത്തിൽ രാജ്യസഭയിലേക്കോ അല്ലെങ്കിൽ ലോക്സഭയിലേക്കോ അയക്കണമെന്നൊരു ആവശ്യം, ഈ ആവശ്യങ്ങളൊക്കെ മറികടന്നുകൊണ്ട് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ ഈ സ്ഥാനത്തേക്ക് എത്തിക്കുന്നു എന്നുള്ളതിൽ വലിയ എതിർപ്പ് പാർട്ടിയിൽ തന്നെ ഉയരുന്നു. പക്ഷേ മുസ്ലിം ലീഗിന്റെ സമന്വിതരായ നേതാക്കൾക്ക് പോലും ആ എതിർപ്പ് പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധം ബാഹ്യ സമ്മർദ്ദം ഇപ്പോൾ ഈ പാർട്ടിക്ക് മുസ്ലിം ലീഗിന് മേൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം തന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മുസ്ലിം ലീഗ് ഹാരിസ് ബീരാനിലേക്ക് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. സ്വാദിഖ് തങ്ങൾ ഔദ്യോഗികമായി തന്നെ പാർട്ടിയിൽ ഹാരിസ് ബീരാന്റെ പേര് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് നേതാക്കളുമായി സ്വാദിഖ് തങ്ങൾ ഈ വിഷയത്തിൽ ഹാരിസ് ബീരാന്റെ പേര് അവതരിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അടക്കമുള്ള രേഖകൾ തയ്യാറാക്കാൻ ഹാരിസ് ബീരാനോട് തന്നെ സ്വാദിഖ് തങ്ങൾ നിർദ്ദേശിച്ചു എന്നാണ് ഇപ്പോൾ പാർട്ടി കേന്ദ്രങ്ങൾ തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ ദുബായിലുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സ്വാദിഖ് തങ്ങൾ ഇന്ത്യ മുന്നണി യോഗ ശേഷം ദുബായിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ഉടൻ തന്നെ മുസ്ലിം ലീഗിന്റെ നേതൃയോഗം കൂടി ഔദ്യോഗികമായി തന്നെ ഹാരിസ് ബീരാന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യും. പക്ഷേ അപ്പോഴേക്കും ഇനി അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. കാരണം അത്രയേറെ അസ്വസ്ഥത യൂത്ത് ലീഗിലടക്കം പുകയുന്നുണ്ട്, മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്കും പുകയുന്നുണ്ട്. പക്ഷേ ബാഹ്യ സമ്മർദ്ദം ഫോൺ കോളുകളായി മറ്റും ലീഗ് നേതാക്കളെ തുടരെ തേടി എത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അതിനി എന്തൊക്കെയാണ് പാർട്ടിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഓക്കെ, താങ്ക് യു അഷ്കർ. നമ്മൾ പറയാതെ പറഞ്ഞു വെച്ച കാര്യങ്ങളിലൊന്ന് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വരും ദിവസങ്ങളിൽ ഹാരിസ് ബീരാന്റെ സ്ഥാനാർത്ഥിത്വവുമായി പുറത്തു വരേണ്ട വിഷയങ്ങളാണ്. പാർട്ടിക്കുള്ളിലെടുത്ത തീരുമാനം എന്നതിനും അപ്പുറം അതൊരു ബാഹ്യ സമ്മർദ്ദത്താൽ കൂടി വന്ന സ്ഥാനാർത്ഥിത്വം എന്ന നിലയിൽ കൂടിയാണ് അത് വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ പാർട്ടിയിൽ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഇപ്പോൾ ഹാരിസ് ബീരാന്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ പാർട്ടിക്ക് പുറത്തു നിന്നുള്ള ഒരു ബാഹ്യ സമ്മർദ്ദവും ഉണ്ടായിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ എന്നാണ് അഷ്കർ അലി സൂചിപ്പിക്കുന്നത്. അത് ആരുടെ സമ്മർദ്ദമാണ്, അതെങ്ങനെ വന്നു തുടങ്ങിയതൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഹാരിസ് ബീരാന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ യുവ നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യൂത്ത് ലീഗ് അടക്കം വലിയ ആശങ്കയിലും അതൃപ്തിയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.